ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മരിച്ചിട്ട് എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടി 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. മിശിഹായില് ഏറ്റവും പ്രിയമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിന് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ മിശിഹായെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ദൈവപിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ലോകത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിൽ നമ്മൾ ഓർമ്മിക്കുമ്പോൾ മാതാവിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന സുഹൃതങ്ങൾ നമ്മുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു മറിയത്തിന്റെ സ്തോത്രഗീതം. ഒരു സ്തോത്രഗീതം പാടുവാനായിട്ട്, ദൈവത്തിന് തന്നെ സമർപ്പിക്കുവാനായിട്ട് ദൈവമാതാവിന് എങ്ങനെയാണ് സാധിച്ചത് എന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, കാരണം തലമുറകളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദൈവം ഒരുവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കണമെങ്കിൽ, വിശുദ്ധ ഗ്രന്ഥം ഒരുവളെ എടുത്തുയർത്തി മഹത്വപ്പെടുത്തണമെങ്കിൽ അതിന് തക്കതായ ജീവിത വിശുദ്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. ദൈവമാതാവിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. അനാദിയിലെ ഹവ്വായുടെ അനുസരണക്കേട് മൂലം മനുഷ്യവർഗം അന്ധകാരമയത്തിലായി എങ്കിൽ ഈശോ മിശിഹായാകുന്ന പ്രകാശത്തെ ലോകത്തിൽ പ്രകാരം ചെയ്തുകൊണ്ട് ഈശോ മിശിഹായാകുന്ന പ്രകാശം അന്ധകാരമായിരുന്ന ലോകത്തിലേക്ക് നൽകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ്. തൻ്റെ ജനനത്തിലൂടെ ലോകത്തിലേക്ക് വരേണ്ട വെളിച്ചം മാതാവ് ഒരുക്കുകയാണ് ചെയ്തത്. ദൈവപിതാവിനാൽ ഒരുക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ ലുത്തിനിയ പ്രാർത്ഥനയെ ചൊല്ലാറുള്ള പ്രാർത്ഥനയുണ്ട്. അതേപ്രകാരമാണ് മാതാവിനെ വിശേഷിപ്പിക്കുന്നത് ഉഷകാല താരകമെന്ന്. നമുക്കറിയാം, തെളിഞ്ഞ പ്രഭാതമുള്ള ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1-2 ചെറിയ നക്ഷത്രങ്ങൾ അവിടെ മിന്നി മറയുന്നത് കാണാം. ആ നക്ഷത്രം നമ്മളെ സൂചിപ്പിക്കുന്നത് ഇതാണ്: ദൈവമാതാവാകുന്ന പരിശുദ്ധ കന്യകാമറിയം ലോകത്തിലേക്ക് ഒരു പ്രകാശമായിട്ട് കടന്നു വന്നു എന്നുള്ളതാണ് ആ ഉഷകാല നക്ഷത്രം നമ്മെ സൂചിപ്പിക്കുന്നത്. പ്രകാശം പരത്തിയാണ് ദൈവമാതാവ് ലോകത്തിലേക്ക് കടന്നു വന്നത്. സ്വയം പ്രകാശമേറ്റു വാങ്ങിക്കൊണ്ടും മറ്റുള്ളവർക്ക് പ്രകാശമായി തീരേണ്ട യേശു ക്രിസ്തുവിനെ ലോകത്തിൽ അന്ധകാര ലോകത്തിലേക്ക് പ്രകാശമായി നൽകിക്കൊണ്ടുമാണ് ദൈവമാതാവിന്റെ ജന്മം ലോകം ആഘോഷിച്ചത്, സഭ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ ഒരു പ്രകാശബിംബമായിട്ട് ദൈവപിതാവ് ലോകത്തിന് നൽകുകയാണ്. അവരുടെ ജന്മം വഴിയായിട്ട് പ്രത്യേകിച്ച് പ്രകാശമായ യേശുവിനെ ലോകത്തിന് നൽകുവാൻ വേണ്ടിയിട്ട് സ്വയം പ്രകാശിച്ചുകൊണ്ട് ഈശോ മിശിഹായാകുന്ന പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത ദൈവമാതാവിന്റെ മാതൃക നമ്മുടെയും ജീവിതത്തിന്റെ സമ്പത്തായിട്ട് സ്വീകരിക്കാം. രണ്ടാമതായിട്ട് പരിശുദ്ധ ദൈവമാതാവ് ഒരു വലിയ പ്രതീക്ഷയുടെ ജന്മമാണ്. പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം, അന്ധകാര ലോകത്തില്, പാപലോകത്തില് പ്രതീക്ഷയുടെ വലിയ ഒരു ദീപമായിട്ട് ദൈവമാതാവ് നിൽക്കുകയാണ്. പ്രതീക്ഷാറ്റ ജീവിതങ്ങൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും പകരുവാനായിട്ട് ദൈവമാതാവിന് സാധിക്കുന്നുള്ളതാണ്. പാപത്തിന്റെ അടിമത്തിൽ കഴിഞ്ഞിരുന്ന വലിയ ജനം ലോകത്തിലേക്ക് വന്ന പ്രകാശമായ യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി. അതുപോലെ ദൈവമാതാവ് ഹവ്വായുടെ പാപം മൂലം, അന്ന് വരുത്തി വെച്ച തിന്മയുടെ അനുസരണക്കേടിന്റെ പാപം മൂലം അധപതിച്ചു പോയ മനുഷ്യവർഗത്തെ അനുസരണം വഴിയായിട്ട് വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ദൈവപിതാവിന് വേണ്ടിയിട്ട് ഒരുക്കി തീർക്കുകയാണ്. അതങ്ങനെ ദൈവമാതാവ് പ്രതീക്ഷയുടെ ജീവിതം നമുക്ക് പകർന്നു നൽകുകയാണ്. വീണ്ടും പ്രത്യാശയുടെ ജീവിതമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ക്രൈസ്തവ ജീവിതം ഈ ലോകത്തിൽ തീരേണ്ടതല്ല, മറിച്ച് നമുക്കൊരു പുനർജനനമുണ്ട്, വീണ്ടും ഒരു ജന്മം നമുക്ക് ദൈവം കാത്തുവെച്ചിട്ടുണ്ട് എന്ന് ദൈവമാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ഒരു ജീവിതത്തിന്റെ വലിയ സിദ്ധി, വലിയ സുഹൃതങ്ങൾ ഈ ലോകത്തിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കണം, അത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ദൈവമാതാവിനോടൊപ്പം സ്വർഗരാജ്യത്തിൽ യേശുവിനെ
കണ്ടെത്തി സ്തുതിക്കുവാൻ നമുക്കും സാധിക്കുമെന്ന ഒരു ജീവിതമാണ് ദൈവമാതാവ് തന്റെ ജന്മത്തിരുന്നാളിലൂടെ നമുക്ക് കാഴ്ചവെക്കുന്നത്, പറഞ്ഞു വരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ അമ്മയുടെ മാതൃകകൾ സ്വീകരിക്കാം. ഈ പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ മുന്നിൽ നൽകുന്ന 3 മാതൃകകൾ: 1 പ്രകാശം, 2 പ്രതീക്ഷ, 3 പ്രത്യാശ. ഇത് ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അമ്മയുടെ പ്രിയപ്പെട്ടവരായി അമ്മയുടെ ജന്മത്തിരുന്നാളിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവമാതാവ്, ദൈവപിതാവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.